ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയുന്നത് ഫാർമ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. നിവിൻ പോളി പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച വെബ് സീരീസ് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ 19 മുതൽ എല്ലാ എപ്പിസോഡും അവൈലബിൾ ആണ്. അതും 20 മിനിറ്റിൻ്റെ 8 എപ്പിസോഡ്. അപ്പോൾ വളരെ ചെറിയ ഒരു വെബ് സീരീസാണ്, പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ആൻഡ് ദിസ് സീരീസ് ഫോർ മീ വാസ് എ ഓക്കെ സീരീസ്. ആൻഡ് വലിയ സംഭവമൊന്നുമല്ല, ബട്ട് ഇറ്റ് വാസ് എ ഓക്കെ സീരീസ്. ഭയങ്കര പാസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ വെബ് സീരീസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. നമ്മുടെ അസുഖങ്ങളും എല്ലാം മാറാൻ നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ പോകുന്ന ആശുപത്രിയിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യം, ഇന്നത്തെ റിയാലിറ്റിയാണ്. അത് വളരെ സാഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പറയുന്ന ഒരു വെബ് സീരീസാണ്. അതിനൊന്നും മറച്ചു വെക്കാൻ തന്നെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറകെയുള്ള മരുന്നുകൾ അതെവിടെ നിന്ന് വരുന്നു, നമ്മൾ സാധാരണക്കാർ ഒരിക്കലും ചിന്തിക്കാറില്ല. ബട്ട് അതിൻ്റെയൊക്കെ ഒരു പിന്നാമ്പുറം കാണിക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഡാർക്ക് റിയാലിറ്റിയാണ് നമ്മുടെ എല്ലാവരുടെയും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വരും. അതിൻ്റെ ഏറ്റവും അതിൽ എന്തൊക്കെ കളികൾ നടക്കുന്നു, ഇതിൽ കോർപ്പറേഷനിലെ കുറേ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലേക്കെല്ലാം ഈ സീരീസ് പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം. അത് നമ്മളെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതിന് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ മരുന്ന് എവിടെ നിന്നൊക്കെ കഴിക്കുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സീരീസിൽ പറയുന്നുണ്ട്. സോ ബേസിക്കലി ഒരു മെഡിക്കൽ റെപ്പിൻ്റെ ഒരു കഥ. മെഡിക്കൽ റെപ്പായിട്ട് വന്ന് നമുക്കറിയാം, നമുക്കിവിടെ കൂട്ടുകാരിലും കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ട്. അവരങ്ങനെ തുടങ്ങിയിട്ട് ആ ഒരു കഥാപാത്രം പിന്നെ പോകുന്ന ആ വഴികൾ, കഥാപാത്രം നേരിടേണ്ടി വരുന്ന കുറേ പ്രതിസന്ധികൾ എല്ലാം ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മരുന്ന് വിൽക്കാൻ വേണ്ടി പോയ ഒരു മെഡിക്കൽ റെപ്പ് പിന്നെ എന്തായി മാറുന്നു എന്നുള്ളതും ഇതിൻ്റെ പുറകെയുള്ള കുറേ കളികളും കുറേ ഡാർക്ക് റിയാലിറ്റി, മെഡിക്കൽ ഇറ്റ്സ് വെരി സാഡ് ടു സീ. ആൻഡ് നമ്മൾ ശരിക്കും വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സീരീസാണ്. ബട്ട് ഒരു ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു രീതിയിലും ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം വളരെ ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു സീരീസ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറയുന്ന ആ ഒരു ടോപ്പിക്ക്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. അത് വളരെ നന്നായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു ബഡ്ജറ്റും അതെല്ലാം അപ് ടു മാർക്കായില്ല. അതെല്ലാം വളരെ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കൂടെയുള്ള അഭിനേതാക്കളാണെങ്കിലും എല്ലാവരും വിചാരിച്ച അത്രയും പെർഫോമൻസ് നൽകിയില്ല. മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് 2-3 ക്യാരക്ടേഴ്സിനും വളരെ നല്ല ആക്ടിങ് ആയിരുന്നു, എസ്പെഷ്യലി നിവിൻ പോളി. ബട്ട് റെസ്റ്റ് ഓഫ് ദം വാസ് നോട്ട് അപ് ടു മാർക്ക്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ സ്കോർ ആണെങ്കിലും എല്ലാവരും നോട്ട് അപ് ടു ദ ക്വാളിറ്റി. നമ്മുടെ മലയാള സിനിമയിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി അത്രയും എത്തിയില്ല. ബട്ട് ഇൻ ടേംസ് ഓഫ് എ ടോപ്പിക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിതുവരെ കാണാത്ത, നമ്മളൊരിക്കലും അന്വേഷിക്കാത്തൊരു കഥ, അന്വേഷിക്കാത്തൊരു കാര്യം, അത് വളരെ സത്യസന്ധമായി കാണിച്ചെന്ന സംവിധായകനും ആ ഒരു ടീമിനും വളരെയേറെ നന്ദി. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതാണ് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ, അതൊരു റിയാലിറ്റിയാണ്. ഇതൊരിക്കലും ഒരു ഹൈറ്റൻഡ് റിയാലിറ്റി അല്ല. ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും മെഡിക്കലിലും. പിന്നെ ഈ സാധാരണ ഒരു മരുന്ന് വിൽക്കാനും മരുന്ന് വാങ്ങിക്കാനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നടക്കുന്നുള്ളതെന്നത് നമ്മൾ ചിന്തിക്കാറില്ല. ആൻഡ് ദിസ് വാസ് വെരി സാഡ് ടു സീ. ഭയങ്കര സാഡായിട്ട് തോന്നി. ചില ക്യാരക്ടേഴ്സിന് സംഭവിക്കുന്നതൊക്കെ അത് ഒറിജിനൽ ലൈഫിൽ നടന്നതും അത് കേട്ട കാര്യങ്ങളൊക്കെ ശരിക്കും വളരെ ദയനീയമാണ്. സോ ഇതെല്ലാം ഈ സീരീസ് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ആവറേജ് സീരീസ്. ബട്ട് ഇത് പറയുന്ന ടോപ്പിക്ക് അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അറ്റൻഷൻ അർഹിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.